രാവിലെ 10:15 മുതൽ വൈകിട്ട് 5:15 വരെയാണ് സർക്കാർ ജീവനക്കാർ സർക്കാർ ഓഫീസുകളിൽ ജോലി ചെയ്യേണ്ടത്. അത് എങ്ങനെ അതിവിദഗ്ധമായി അട്ടിമറിക്കുന്നുവെന്ന് നമുക്ക് തിരുവനന്തപുരം ജില്ലാ കളക്ടറേറ്റിലെത്തിയാൽ കാണാൻ സാധിക്കും. സമയം രാവിലെ 10 മണി കഴിഞ്ഞു. കുടപ്പനക്കുന്ന് സിവിൽ സ്റ്റേഷനിലേക്ക് KSRTC ബസ്സുകളിൽ സർക്കാർ ജീവനക്കാർ എത്തുകയാണ്. ബസ് ഇറങ്ങിയ ജീവനക്കാരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്. ഇവർ സെൽഫി എടുക്കുകയാണോ? അല്ല, അവർ ഹാജർ രേഖപ്പെടുത്തുകയാണ്. ജീവനക്കാരുടെ മുഖം തിരിച്ചറിഞ്ഞുള്ള പഞ്ചിങ് സംവിധാനമാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നത്. പഞ്ച് ചെയ്യുന്നതിനായി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിലെ ഓഫീസുകളിൽ എത്തേണ്ട, റോഡിൽ വെച്ച് തന്നെ ഹാജരാകും. അതായത് ഓഫീസ് മുറിയിലെ സീറ്റിലെത്തി ജോലി തുടങ്ങാൻ പിന്നെയും സമയമേറെ കഴിയും. അതായത് ഓഫീസിന് പുറത്തു വെച്ച് പഞ്ച് ചെയ്യുന്നവർക്ക് ജോലിക്ക് കയറാതെ പോകാനും ഈ ഓഫീസുകളിലൊക്കെ അവസരമുണ്ട്. ഓഫീസിനുള്ളിൽ എത്തിയ ശേഷം മാത്രം പഞ്ച് ചെയ്യുന്ന ജീവനക്കാരും നിരവധി പേരുണ്ട്. പത്ത് 15 ജോലിക്ക് കയറേണ്ട സമയം. പക്ഷേ സിവിൽ സ്റ്റേഷനിലെ സർക്കാർ ജീവനക്കാർ വരുന്ന സമയം കണ്ടു. സമയം 10:27. ഒരു സർക്കാർ ജീവനക്കാരൻ ഓഫീസിലേക്ക് ജോലിക്ക് എത്തുകയാണ്. 10:30 കഴിഞ്ഞും 10:45 കഴിഞ്ഞും ബസ്സിലും കാറിലും സ്കൂട്ടറിലും ജീവനക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാം ശരിയാക്കാൻ വന്ന പിണറായി സർക്കാർ ഓഫീസുകളിൽ ബയോമെട്രിക് പഞ്ചിങ് നടപ്പാക്കി. പക്ഷേ അതും അട്ടിമറിക്കപ്പെട്ടു. രാവിലെ പഞ്ച് ചെയ്ത് ജോലിക്ക് കയറിയാൽ പിന്നെ ചായ കുടിക്കാനും ഉച്ചഭക്ഷണത്തിനുമൊന്നും പഞ്ചിങ് തടസ്സമല്ല. കളക്ടറേറ്റിലെ ജീവനക്കാരുടെ ഓഫീസ് സമയത്തെ ജോലി എങ്ങനെയാണെന്നറിയാൻ മാതൃഭൂമി ന്യൂസ് ഇവിടെ എത്തിയപ്പോൾ വളരെ രസകരമായ ഒരു കാഴ്ച കണ്ടു. അത് ഈ പാർക്കിനുള്ളിൽ നിന്നാണ്. സമയം വൈകിട്ട് 4:30. ചായ കുടിച്ച ശേഷം ചില ജീവനക്കാർ സിവിൽ സ്റ്റേഷൻ മുറ്റത്തെ പാർക്കിൽ വ്യായാമത്തിലാണ്. ബോറടി മാറ്റാൻ ഊഞ്ഞാലും. സമയം വൈകിട്ട് 4:30 ആയപ്പോൾ തന്നെ 5:15 ആയോ എന്നൊരു സംശയം തോന്നി. 4:30 മണിക്ക് ഈ ഓഫീസ് കവാടത്തിലൂടെ പലരും ഇറങ്ങി വന്നു തുടങ്ങി. കാത്തുനിന്ന KSRTC ബസ്സിൽ കയറി ഇരിപ്പായി വീട്ടിൽ പോകാൻ തയ്യാറായി. ജോലി കഴിഞ്ഞ് പഞ്ച് ചെയ്തിറങ്ങി വന്നിരിക്കുന്നവരാണെന്ന് കരുതിയാൽ തെറ്റി. ശമ്പളം നൽകുന്ന സർക്കാരിനെയും ശമ്പളത്തിന് നികുതി പണം നൽകുന്ന ജനങ്ങളെയും നന്നായി പറ്റിക്കുകയാണ് ചിലർ. രാവിലത്തെ പഞ്ചിങ് ഒന്നുമല്ല പഞ്ചിങ്, വൈകിട്ടത്തെ പഞ്ചിങ് ആണ് അതിഗംഭീരം. ഓഫീസിനുള്ളിലല്ല, KSRTC ബസ്സിനുള്ളിലാണ് പഞ്ചിങ്, അതും കൂട്ടം.